ഹായ്, ഇത് ചക്ക സീസൺ ആണല്ലോ. അപ്പോൾ പഴുത്ത ചക്ക കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ചിന്തിക്കാറുണ്ട് ഇത് എങ്ങനെ പ്രിസർവ് ചെയ്ത് വെക്കും എന്നുള്ളൊരു ചിന്ത വരാറുണ്ടല്ലോ. പൊതുവെ നമ്മൾ ചെയ്യാറ് ചക്ക ഇതുപോലെ വരട്ടി വെക്കുക എന്നുള്ളതാണ്. ചക്ക വരട്ടി വെക്കുമ്പോൾ കൂടുതൽ കാലം ഇരിക്കും. പിന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട വിഭവങ്ങളൊക്കെ ചക്ക ഉണ്ണിയപ്പം, ചക്ക അട, ചക്ക ഹൽവ, അങ്ങനെ പോകുന്ന ലിസ്റ്റുകൾ. അപ്പം നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ്. വെറുതെ നമുക്ക് ചക്ക വരട്ടിയായിട്ടും കഴിക്കാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചക്ക വരട്ടി എന്നുള്ളത് നല്ലൊരു ഓപ്ഷനാണ്. പിന്നെ രണ്ടാമതായിട്ട് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞാൽ ചക്കയുടെ റിയൽ ടേസ്റ്റിൽ കഴിക്കണമെങ്കിൽ ഇതുപോലെ ചെറിയ പാക്കുകളാക്കാം. ചക്കച്ചുളകൾ ചെറിയ പാക്കുകളാക്കിയിട്ട് ഫ്രീസറിൽ കീപ്പ് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ ഒരേ ഒരു കണ്ടീഷൻ മാത്രം വെച്ചാൽ എയർ ടൈറ്റ് ആയിരിക്കണം. കവർ ഓപ്പൺ ചെയ്ത് വെക്കരുത്. അപ്പോൾ ഇങ്ങനെ എയർ ടൈറ്റ് ആക്കിയിട്ട് കവറുകളിലോ അല്ലെങ്കിൽ ഇതേപോലെ ബോക്സിലോ നമുക്ക് കീപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതേപോലെ നമുക്കൊരു 3-4 മാസം വരെ ചക്കയുടെ ടേസ്റ്റ് ഒന്നും മാറ്റില്ലാതെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഒരു മെത്തേഡ് തേനിൽ സൂക്ഷിക്കാം. തേനിൽ സൂക്ഷിക്കുമ്പോൾ ചക്കച്ചുള ഡയറക്റ്റ് കട്ട് ചെയ്തിട്ട് അതിൽ തേൻ ഒഴിക്കാന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ നമ്മൾ സൂക്ഷിക്കേണ്ടി വരും. കാരണം വെള്ളത്തിന്റെ അംശം ഉണ്ടല്ലോ, അപ്പോൾ അത് നാശാവും. അപ്പോൾ ഞാൻ ഇവിടെ ചെയ്തതെന്ന് വെച്ചാൽ എയർ ഫ്രൈ ചെയ്തിട്ടാണ് തേനിൽ ഇട്ടിട്ടുള്ളത്. ഒരു 10-15 മിനിറ്റ് എയർ ഫ്രൈ ചെയ്തിട്ട് ഇതേപോലെ ഒരു ലെയറ് ചക്ക, തേന്, അങ്ങനെ ലെയറായിട്ട് ഒഴിച്ചു വെച്ചേക്കണം. അപ്പോൾ ഇത് നാശാവില്ല, പെട്ടെന്നൊന്നും നാശാവില്ല. കുറച്ചു കാലം നമുക്ക് പുറത്ത് തന്നെ സൂക്ഷിക്കാൻ പറ്റും. പിന്നത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ചെയ്തിട്ട് വെക്കാം, ഉണക്കി സൂക്ഷിക്കാന്ന് പറയുള്ളൂ. ഇപ്പൊ ചക്കപ്പഴം ഇത് ഉണക്കിയത് ഡീഹൈഡ്രേറ്റഡ് മെഷീനിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ ഡ്രൈ ചെയ്യാൻ വെച്ച ചക്കയാണ്. ഇപ്പൊ ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ഡീഹൈഡ്രേറ്റഡ് മെത്തേഡാണ്. അപ്പോൾ ഇതില് ശരിക്കും ഒരു കാൻഡി പോലെ ഉണ്ട്. ടേസ്റ്റിയാണ്, ഒരുപാട് കാലം കേടുകൂടാതിരിക്കും. പിന്നെ ഇത് നമ്മൾ വെള്ളത്തിലിടുകയാണെങ്കിൽ വീണ്ടും പഴയ രീതിയിൽ ചക്കച്ചുളായിട്ട് തന്നെ കിട്ടും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കുഞ്ഞു മെഷീനാണെങ്കിലും യൂസ്ഫുൾ ആണ്, നല്ല തന്നെയാണ്. അപ്പോൾ ഇതും ഒരുപാട് കാലം നമുക്ക് കേടുകൂടാതെ ടേസ്റ്റി ആയിട്ട് ചക്കയുടെ തനതായ രുചിയിൽ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ചക്കച്ചുളായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് വെള്ളത്തിലിട്ട് കൊടുത്താൽ മതി. ഇതെടുത്തിട്ട് വെള്ളത്തിലിട്ട് ഇടുകയാണെങ്കിൽ നമുക്ക് ശരിക്കും ചക്കച്ചുള പോലെ തന്നെ അത് വരും. അപ്പൊ നമുക്ക് കഴിക്കാൻ പറ്റും. അല്ലാതെ നമുക്കിത് കാൻഡി ആയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ കുറെ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു 4 മെത്തേഡാണ് ഇപ്പോൾ പഴുത്ത ചക്ക കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഞാൻ ഇവിടെ പറഞ്ഞത്. അപ്പൊ വേറെ മെത്തേഡുകളൊക്കെ ഉണ്ട്. അറിയുന്നവരൊക്കെ കമന്റ് ചെയ്യാം. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ മടിക്കരുത്.